അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ബിസ്മിയോരത്തിദാബാദ് ഓതുന്നേ ബദനാൽ ഫിദ ചെയ്ത കഥയോതുന്നേ ബാരി അഹദോനിൽ സ്തുതി നീട്ടുന്നേ ബറക്കത്തുടയോന് ഗുണം ചാർത്തുന്നേ ബാനം സമാനമിളിബിയൻ ഭൂമി ബർഹ പാലതിൻ്റെ ചാരിതം തേടി ബാനം സമാനമിളിബിയൻ ഭൂമി ബർഹ പാലതിൻ്റെ ചാരിതം തേടി ബിസ്മിയുരത്തിദ ബാദ് ഓതുന്നേ ബദനാൽ ഫിദ ചെയ്ത കഥയോതുന്നേ. ബഹുമാന്യരെ, ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥയുടെ ചെപ്പ് തുറക്കാം. ഞങ്ങൾ പറയുന്ന കഥയുടെ പേര് ഉമർ മുഖ്താർ മരുഭൂമിയിലെ സിംഹം. വർഷം 1863. അതിവിശാലമായി പരന്നു കിടക്കുന്ന ലിബിയ മരുഭൂമി. അവിടെ പാരമ്പര്യത്തിന്റെ ബോഡിയിൽ തനിമയാർന്നു നിൽക്കുന്ന ബർഹ പട്ടണം. ഇതാ അങ്ങോട്ട് നോക്കൂ, അവിടെ എന്തോ കാണുന്നുണ്ടല്ലോ. എന്താണെന്നല്ലേ? മറ്റൊന്നുമല്ല, അൽമൻഫ ഗോത്രത്തിന്റെ സ്വകാര്യ അഹങ്കാരവും അവിടുത്തെ സൂഫി പ്രഭയുമായ മുഖ്താറിനൊരു കുഞ്ഞു പിറന്നിരിക്കുന്നു. ഏറെ പൊലിമയായി തന്നല്ലോ സുബ്ഹാനേ, ഏറ്റം പിരീശത്താൽ വന്നല്ലോ മുക്താറ്, മാരിവിൽ അഴക് വിടർത്തും ചെഞ്ചുണ്ടില്ലോലമതും മാതളമൂറും മധുരം ചെമ്പാവിൻ ചേലൊഴുകും. ഏറെ പൊലിമയായി തന്നല്ലോ സുബ്ഹാനേ, ഏറ്റം പിരീശത്താൽ വന്നല്ലോ മുക്താറ്. ഏറെ ലാളനയോടെ കുഞ്ഞിനെ കയ്യിലെടുത്ത മുക്താർ ഉമർ മുഖ്താർ എന്ന് നീട്ടി വിളിച്ചു. അങ്ങനെ ദീനി വിഷയങ്ങളിലും മറ്റു ആയുധമുറകളിലും അനായാസം കഴിവ് തെളിയിച്ച മുക്താർ സാവിയം കഴിഞ്ഞ് ജഹബൂബ് സാവിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വാർത്ത. സാവിയയിൽ പോയി ഒത്ത് പഠിക്കുന്നേ, താലോപദേശങ്ങൾ സാരം ശ്രവിക്കുന്നേ, ഏറെ സരളമായി മുത്തുകൾ പെയ്യുന്നേ, ഏറ്റം സുറൂറായി കൊത്തിയെടുക്കുന്നേ, പച്ചമലർത്തിരുപൂവാൻ ഉച്ചയിൽ കെളിമയുരത്താൻ, പച്ചമലർത്തിരുപൂവാൻ ഉച്ചയിൽ കെളിമയുരത്താൻ, ദൈവജനം മഹദിയരത്തുടയർപ്പണി ദക്ഷിണി നൽകലുമായി, ദൈവജനം മഹദിയരത്തുടയർപ്പണി ദക്ഷിണി നൽകലുമായി. സന്നൂസുകളുടെ ആകമാനയുള്ള നേതാവ് മുഹമ്മദ് ഉമാദി അദ്ദേഹത്തെ ഉമർ മുഖ്താറിനെ ജബലുൽ അഹ്ദർ എന്നറിയപ്പെടുന്ന പച്ചമലയിലേക്ക് അധ്യാപനത്തിനായി നിയമിച്ചിരിക്കുന്നു. എന്തൊരു സൗഭാഗ്യമല്ലേ! അങ്ങനെ നീണ്ട 60 വർഷക്കാലം അവിടെ അധ്യാപന ജീവിതമായി സമാധാനത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫ്രഞ്ച് പട്ടാളം യുദ്ധവുമായി ലിബിയൻ മരുഭൂമിയിൽ അടിച്ചു വീശിയത്. ലിബിയൻ പട്ടാളത്തിന്റെ യുദ്ധത്തിൽ മുഹമ്മദ് ഉമാരി മരിച്ചുപോയി. അങ്ങനെ അജ്ഞാതനില്ലാത്ത ആട്ടിൻപറ്റങ്ങളെ പോലെ അലഞ്ഞു തിരിഞ്ഞ സനൂസികൾക്ക് ഒരു നേതാവിൻ്റെ അഭാവം മനസ്സിലായി. ഇതറിഞ്ഞ സനൂസികൾ മുഹമ്മദ് മുഖ്താറിലേക്ക്, ഉമറുൽ മുഖ്താറിലേക്ക് നിരന്തരം കത്തുകൾ അയച്ചുകൊണ്ടേയിരുന്നു. അതിലിങ്ങനെയായിരുന്നു: മുഖ്താർ, മുഖ്താർ, താങ്കൾ വരില്ല മുഖ്താർ. നീ വന്നിടില്ലേ, കൈ തന്നിടില്ലേ, നീ വന്നിടില്ലേ, കൈ തന്നിടില്ലേ, നീറുന്നു കൽബുള്ളിലായി, നോവുന്നു മനമേറെയായി ഉമറേ, നോവുന്നു മനമേറെയായി, കണ്ണുകൾക്കകലം ഒഴുകുന്നേ, ദ്രോഹമതേറ്റ് പുളയുന്നേ, കണ്ണുകൾക്കകലം ഒഴുകുന്നേ, ദ്രോഹമതേറ്റ് പുളയുന്നേ, നീ വരവേണം ഈ തിരുമണ്ണിൽ ശാന്തിയതേക്കണം, കഥന പദങ്ങൾ
ഓർത്തിത കൂട്ടിയ ചരിതം കേൾക്കണം. കനലാരേറിയുന്നേ കനിവാലേ അരുളേലേ, കനലാരേറിയുന്നേ കനിവാലേ അരുളേലേ. തേൻ കിനാവിലായി കിളിയായി പരന്നിതാ, തീ വരുന്നിതാ മനവും കവർന്നിതാ. തേൻ കിനാവിലായി കിളിയായി പരന്നിതാ, തീ വരുന്നിതാ മനവും കവർന്നിതാ. അങ്ങനെ തൻ്റെ ജനതയുടെ നിത്യമായ ക്ഷണമനുസരിച്ച് അദ്ദേഹം തൻ്റെ പട്ടണമായ ബർഹയിലേക്ക് തന്നെ തിരിച്ചുപോയി. അങ്ങനെ അവിടെ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഫ്രഞ്ച് പട്ടാളത്തെ ചാവിട്ടി തേച്ച് ഫ്രഞ്ചിലേക്ക് തന്നെ കെട്ടുകടിച്ചു. അങ്ങനെ 1911 ഇറ്റാലിയൻ സാമ്രാജ്യത്തിൻ്റെ ഭരണകാലഘട്ടം. അങ്ങനെ ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിലുള്ള സൈന്യം, ഇറ്റാലിയൻ പട, അവർ തങ്ങളുടെ മുഖ്താറിൻ്റെയും സേനയെ ലക്ഷ്യമാക്കി ബർഹ ലക്ഷ്യമാക്കി കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇറ്റാലിയൻ പട ഉസ്മാനികളുമായുള്ള സകല കരാറുകൾ ലംഘിച്ചുകൊണ്ട് യുദ്ധം പൊട്ടിപ്പുറപ്പെടുവിച്ചു. പക്ഷേ ശത്രുക്കളുടെ ആയുധബലത്തിനും തോക്കിനും ബിരങ്കിക്കും മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ഉസ്മാനികൾ മുട്ടുകുത്തി രംഗം വിട്ടിരുന്നു. പക്ഷേ സന്യൂസികൾ അത് തയ്യാറായിരുന്നില്ല. കാരണം ഇത് അവരുടെ അഭിമാനത്തിന്റെയും നിലനിൽപ്പിന്റെയും പ്രശ്നമായിരുന്നു. തങ്ങൾക്ക് ശത്രുക്കളെതിരെ പോരാടാനുള്ള ആയുധമോ ബീരങ്കിയോ തോക്കോ ഇല്ലാതിരുന്നിട്ടും അവർക്ക് തങ്ങളുടെ കുതിരമേൽ വാളും വീശി പോരാടി. അങ്ങനെ മണൽത്തിട്ടകളിൽ നിന്ന് ചാടി വീഴുന്ന സന്യൂസികളുടെ അക്രമങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇറ്റാലിയൻ പടക്ക് സാധിച്ചില്ല. അവരാകെ നിഷ്ഭ്രമമായി പോയി. അങ്ങനെ ഇവരെ തോൽപ്പിക്കാൻ തങ്ങൾക്ക് യുദ്ധത്തിലൂടെ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഇറ്റാലിയൻ പട്ടാളം ഒരു തീരുമാനമെടുത്തു. ഒരു സന്ധി ചർച്ചയ്ക്കായി ഉമർ അൽ മുഖ്താറിനെ വിളിച്ചു വരുത്തുക. അങ്ങനെ ഒരു സന്ധി ചർച്ചക്കെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉമർ മുഖ്താറിനെ വിളിച്ചു വരുത്തി. അതിലവർ 2 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അതിലൊന്നേ, പോയിടണം നിങ്ങൾ ബർഹ വിട്ട്, പാടില്ലിനി മണ്ണിലുമറിൻ മട്ട്, കഴിയുക കാൽ കീഴിലടിമപ്പെട്ട്, കഴിയുക താൻ കീഴിലടിമപ്പെട്ട്. കീറിയ ഉമർ കരാറിഞ്ചിട്ട്, കീറിയ ഉമർ കരാറിഞ്ചിട്ട്. മുഖ്താർ, ഒന്നുകിൽ താങ്കൾ ഞങ്ങളുടെ കാൽപ്പാടത്തിന് അടിയിലായിട്ട് ഞങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കുക, അല്ലെങ്കിൽ ബർഹ വിട്ടു പോകുക. ഇതിനുള്ള മറുപടിയായിട്ട് ഉമർ മുഖ്താർ പറഞ്ഞത് ഒരു പ്രഖ്യാപനമായിരുന്നു. ഇല്ല, ഞാൻ എങ്ങോട്ടും പോകില്ല. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം. ഈ സമയത്തും ഇറ്റാലിയൻ സൈന്യ കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതെ, ലിബിയയുടെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ആ ക്രൂര കിരാത മർദ്ദകനെ അവർ ലിബിയയുടെ വൈസ് ഗവർണർ നിയമിക്കുകയാണ്. അതോടുകൂടി ലിബിയൻ ചരിത്രത്തിൽ മാറ്റത്തിരുത്തലുകളുടെ വടംവലിക്ക് തുടക്കം കുറിക്കുകയാണ്. അതെ, ആ ക്രൂരമർദ്ദകൻ സന്യൂസികളെ ആകമാനം അനാവശ്യമായി വെറുതെ പിടിച്ചുകെട്ടുകയും സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ക്രൂരമർദ്ദനങ്ങൾ അയച്ചുവിടുകയും ചെയ്തു. എല്ലാത്തിനും പുറമെയായി പറക്കും കോടതികൾക്ക്, നിമിഷം നേരം കൊണ്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന പറക്കും കോടതികൾക്ക് ആ ക്രൂരം ജന്മം നൽകി. അങ്ങനെ 1930 ഒരു ഉഗ്ര പോരാട്ടത്തിന് ശേഷം ഒളിവിൽ താമസിക്കുകയായിരുന്നു ഉമർ അൽ മുഖ്താർ. അപ്പോൾ ആ ദിവസം ബർജയാണെങ്കിൽ ആകെപ്പാടെ ഇറ്റാലിയൻ പട വളഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള ഓരോ നീക്കങ്ങളും അദ്ദേഹം സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് നമ്മുടെ കഥാനായകനെ വിരട്ടിയത് ഇതൊന്നുമായിരുന്നില്ല. തൻ്റെ കൂടെ തനിക്കൊപ്പം പോരാടിയ തൻ്റെ അനുയായികൾ തൻ്റെ പോലെ പല ദേശങ്ങളിലായി ഒളിഞ്ഞിവൽ താമസിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ? ഇറ്റാലിയൻ പടയാണെങ്കിൽ തിരിച്ചടികൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്ത് തൻ്റെ പട്ടാളത്തിന് എന്ത് സംഭവിച്ചോ എന്നുള്ള വേവലാതി അദ്ദേഹത്തെ വിഷമിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ? പ്രിയരം നാട്ടുകാരെ, പ്രാണനാം കൂട്ടുകാരെ, അറിയുവതില്ലവരെന്തിതു ഹാല്, തുണയവരിൽ നീ എന്തൊരു ചേല്. ഏറെ പിരിശമിലേറി പരിഹാരം തേടി അനുജനം തേടി, മുന്നിൽ അരിവാകെ കൈകളിലേന്തി ഇരുഭാഗം ശത്രുവതേറി, വാളുകൾ വീശുന്നേ ശരമതു വേഗതയേറുന്നേ. അങ്ങനെ തൻ്റെ തനിക്ക് വേണ്ടി പോരാടിയ അനുയായികളെ വെറുതെ വിടുന്ന കൂട്ടക്കാരനായിരുന്നില്ല നമ്മുടെ നേതാവ്. അങ്ങനെ കേവലം 40 പേരടങ്ങുന്ന ഒരു കൊച്ചു സംഘവുമായി മരുഭൂമിയിലൂടെ പാത്തും പതുകിയും സഞ്ചരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന്
വെടിയുണ്ട ശബ്ദങ്ങളാകെ മരുഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചു. ആരാണത്? ഞെട്ടിത്തരിച്ചു പോയ മുത്താറും സംഭവം ആകെ തരിച്ചൊന്നു പോയി. അതെ, മറ്റാരും അല്ല, തിന്ന ചോറ് നന്ദി കാണിക്കാത്ത ഇറ്റാലിയൻ സൈന്യമായിരുന്നത്. അങ്ങനെ ആ 40 പേർ തങ്ങൾക്ക് കൈവശമുണ്ടായിരുന്ന വാളുമേന്തി പോരാടാൻ തുടങ്ങിയെങ്കിലും അവരോട് ജയിക്കാനായിരുന്നില്ല. ഓരോരുത്തരും തലകൾ ശിരസുകൾ അറ്റുവീയാൻ തുടങ്ങി. അങ്ങനെ പക്ഷേ ഉമർ മുഖ്താർ തയ്യാറായിരുന്നില്ല. തൻ്റെ കയ്യിലുള്ള വാളുമേന്തി കുതിരപ്പുറത്തേക്ക് അദ്ദേഹം പോരാടിക്കൊണ്ടേയിരുന്നു. പക്ഷേ കുതിരക്കേറ്റൊരു അപകടം കാരണം അദ്ദേഹം നിലത്തേക്ക് തെറിച്ചു വീണു. പക്ഷേ ചട്ടക്കുടഞ്ഞയും നെറ്റെങ്കിലും അപ്പോഴേക്കും ഇറ്റാലിയൻ പട അദ്ദേഹത്തെ ആകെ മറിഞ്ഞിരുന്നു. അങ്ങനെ ഒരു മൃഗത്തെ വലിച്ചേച്ചു കൊണ്ടുപോകുന്നത് പോലെ തൻ്റെ ഇരുകരങ്ങളിലും ചങ്ങല ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ വലിച്ചേച്ച് ഇറ്റാലിയൻ പട നേതാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാനൊരു കാര്യം പറയാം, എന്റെ ശിരകളിൽ നിന്നോടുന്ന ഓരോ രക്തം വരെ ഞാൻ നിങ്ങളോട് യാതൊരു സന്ധിക്കുമില്ല. അങ്ങനെ 1931 സെപ്റ്റംബർ 16 20,000-ഓളം വരുന്ന സമൂഹങ്ങളുടെ മുമ്പിലേക്ക് അധീര പോരാളിയെ വലതു കയ്യിൽ ഖുർആനും ഇടത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ കൊണ്ടുവരികയാണ്. തന്റെ രക്തം ചിന്താൻ കാത്തു നിൽക്കുന്ന കയുക കണ്ണുകളുടെ മുന്നിലേക്ക് ഉമർ മുഖ്താറിനെ കൊണ്ടുവരികയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇറ്റാലിയൻ പടക്ക് മുമ്പിൽ ആ ധീര രക്ഷാശി ഇതോടുകൂടി രാജ്യം